അങ്ങനെ അനീഷിന്റെ കോമണർ കാർഡിൽ നിന്ന് വലിച്ചു കീറിയിരിക്കുകയാണ് ലാലേട്ടൻ. മാത്രമല്ല ഷാനവാസിന്റെ ഷോ ഓഫ് ഒക്കെ ഒരുവിധം ഫ്രൈ ചെയ്ത് വറുത്തെടുത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട് ലാലേട്ടൻ. മാത്രമല്ല എനിക്ക് ഇനി എന്താണെന്നല്ല ഹോട്ട്സ്റ്റാർ ചില കട്ട് ചെയ്ത് കാണിച്ചു പോലെ കേട്ടോ, പൂർത്തീകരിക്കാതെ കാണിച്ചു പോലെ. അതുപോലെ ഷാനവാസിന്റെ 7ന്റെ പണി എന്താണെന്നൊന്നും പറഞ്ഞില്ല. അത് എപ്പിസോഡിൽ പറഞ്ഞായിട്ട് കേട്ടില്ല. അത് എന്തായിരിക്കും ഇനി ഇതിൽ TV കാണിച്ചു എനിക്ക് അറിയില്ല. കാരണം ഹോട്ട്സ്റ്റാറിൽ ചിലതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താണ് കാണിച്ചത്. എന്തായാലും ഷാനവാസ് കണക്കിന് കൂടുതൽ ഷാനവാസിനെ അനീഷിനെ നല്ലവണ്ണം എക്സ്പോസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ. ഇടയ്ക്ക് ലാലേട്ടൻ നല്ല ദേഷ്യവും വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എപ്പിസോഡിൽ നടന്നത്, എന്തൊക്കെയാണ് എപ്പിസോഡിന്റെ ഹൈലൈറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ ലാലേട്ടൻ വന്നുടനെ തന്നെ കഴിഞ്ഞ ആഴ്ച നല്ലൊരു എപ്പിസോഡായിരുന്നു, ഭയങ്കര എന്റർടൈൻഡ് ഉള്ള എപ്പിസോഡായിരുന്നു. അപ്പം ഉമ്മയെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ആ ഉമ്മ ഞാൻ കാണാറുണ്ട് കേട്ടോ, പക്ഷെ കറക്റ്റ് റിവ്യൂ ആണ് കേട്ടോ ഉമ്മ പറയുന്നത് സീരിയസ്ലി കറക്റ്റ്. മറ്റുള്ള ഒരു വലിച്ചു നീട്ടാതെ ഒരു ഒറ്റ ഇതായിട്ട് ഒരു ഡിഫറൻറ്റ് ഒരു റീലായിട്ട് കറക്റ്റ് ആയിട്ടൊരു കറക്റ്റ് ഒപ്പീനിയൻ ആണ് ഉമ്മ പറയുന്നത്. അത് ആ റീല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഉമ്മയും ആ മകനെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം എന്താണ് അവരുടെ കുശലൊക്കെ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് കാണാറുണ്ടോ, എത്ര നാളെ ലാലേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നൊക്കെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നത്. കൊല്ലത്താണ് കേട്ടോ ഉമ്മയുടെ മോന്റെ വീട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലുള്ളവരൊക്കെ ഉമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സ്ഥിരം പ്രേക്ഷകയാണ്, സീസൺ 1 മുതൽ കാണുന്നതൊക്കെ ലാലേട്ടൻ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരെയും കൂടെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയാണ്. സാധാരണ കാണിച്ചു കൊടുക്കാറില്ല, കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ ഇതിന് ശേഷം ഫസ്റ്റ് തന്നെ ലാലേട്ടൻ എടുത്തിരുന്നത് നമ്മുടെ PR-ന്റെ കാര്യമാണ്. PR-ന്റെ കാര്യം വന്നപ്പോ ഒബ്വിയസ്ലി അനുമോളെയാണ് പൊക്കിയത്. അനുമോളോട് PR-ന്റെ കാര്യം ചോദിക്കുന്നു. ആൻഡ് അനുമോള് എനിക്ക് PR ഉണ്ട് ലാലേട്ട, പക്ഷെ ഈ ലക്ഷത്തിന്റെ കണക്കൊന്നും എനിക്കല്ല, പൈസ കൊടുത്തോ, പൈസ കൊടുത്തില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് PR-നെ പറ്റിയിട്ട്. എന്നിട്ട് ബിന്നിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ബിന്നി ഇതിവിടെ PR ഇത്ര ലക്ഷം രൂപയ്ക്ക് കൊടുത്തു എന്നൊക്കെ ഇവിടെ ഷാനവാസിനോട് ബിന്നിയുടെ എടുത്ത് പറയുന്നില്ല, ഷാനവാസിനോട് എനിക്ക് തോന്നുന്നത് അനുമോള് പറഞ്ഞ ഇത്ര ലക്ഷം രൂപയ്ക്ക് PR-ന് വേണ്ടി എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അനുമോൾ അങ്ങനെ പറഞ്ഞ ഈ അനുമോള് ഞാൻ 16 ലക്ഷത്തിന് PR കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കേട്ടിട്ടുണ്ടെന്നൊക്കെ ചില റിവ്യൂസ് പറഞ്ഞു, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ അനുമോള് പറഞ്ഞതിനെ ബിന്നി പിന്നെ വളച്ചൊടിക്കാൻ ഇത്തിരി ഇതാണ്. അപ്പം അനുമോള് പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണോ എനിക്ക് അറിയില്ല. പക്ഷെ 16 ലക്ഷത്തിന് PR കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഷാനവാസും അവിടെ കള്ളത്തരം പറഞ്ഞാണ്. കാരണം ഷാനവാസ് PR-ന്റെ കാര്യം അനുമോളല്ല ഷാനവാസിനോട്, അനുമോളിന്റെ PR-ന്റെ കാര്യം അനുമോളല്ല ഷാനവാസിനോട് പറഞ്ഞത്, അക്ബറാണ് പറഞ്ഞതെന്നാണ് ഷാനവാസ് പറയുന്നത്. അക്ബറാണ് PR-ന്റെ കാര്യം പറഞ്ഞതെന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പൊ അക്ബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനൊക്കെ അക്ബർ പറയുന്നുണ്ട്. ആൻഡ് ഇതിനു ശേഷം അനീഷിനെ ഇനിയാണ് കളി. ഇനി അനീഷിനെ പൊക്കുകയാണ്. അനീഷിനെ പൊക്കിയിട്ട് ഇവിടെ PR ഒട്ടും പറഞ്ഞുവിടാത്തൊരു വ്യക്തിയുണ്ട്. ആരാണ്? നമ്മുടെ കോമണർ അനീഷിനെ പൊക്കുന്നുണ്ട് ലാലേട്ടൻ. അനീഷിനെ PR എന്താണെന്ന് അറിയാം. ഇത്ര 5 വർഷമൊക്കെ ലീവ് എടുത്തിട്ട് ബിഗ് ബോസിന് വേണ്ടി നിന്ന ആൾക്ക് PR എന്താണെന്ന് അറിയാം. അപ്പം എനിക്ക് PR എന്താണെന്ന് അറിയാൻ ലാലേട്ടാ. അവിടെ പൊളിഞ്ഞ അനീഷിന്റെ കള്ള. കാരണം അനീഷ് പറഞ്ഞത് എനിക്ക് PR എന്താണെന്നേ അറിയില്ല എന്നാണ് അനീഷ് പറഞ്ഞത്. അപ്പൊ PR എന്താണെന്ന് എനിക്ക് അറിയാം ലാലേട്ട എന്ന് അനീഷ് പറയാണ്. അത് പക്ഷെ ഇത്ര ഡീപ്പായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ തന്നെ കളറെ പൊളിഞ്ഞിട്ടുണ്ട്. കാരണം അനീഷ് ആദ്യം പറഞ്ഞ അനീഷ് PR എന്ന വാക്കേ അറിയില്ലെന്നാണ് അനീഷ് പറഞ്ഞത്. എന്നിട്ട് അനീഷ് ഇപ്പൊ പറയുന്നത് PR എന്താണെന്ന് അറിയാം ലാലേട്ട, എനിക്ക് ഇത്ര ഡീപ്പായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അനീഷ്. അതല്ല ലാലേട്ട, ശരിക്കും പറഞ്ഞ അനീഷിന്റെ ഒരു കള്ളത്തരം നന്നായിട്ട് അനീഷിന്റെ എക്സ്പോസ് ചെയ്തത് ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറയാം അനീഷ് ഇത്രയും നാളൊരു ഇത്ര ഫേക്ക് മാസ്ക് ഇട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ചില്ല. കാരണം അങ്ങനെ എക്സ്പോസ് ആയിപ്പോയി അനീഷ്. ഒരു ഫേക്ക് മാസ്ക് ഇട്ട് കളിക്കുന്ന ഒരു ഫേക്ക് കണ്ടസ്റ്റന്റ് ആയിട്ട് അനീഷ് ഇപ്പൊ മാറിയിരിക്കുന്നത്. അനീഷിന്റെ ഗ്രാഫ് നെഗറ്റീവിലോട്ട് പോയിരിക്കുകയാണ് സത്യം പറഞ്ഞ. എന്നിട്ട് അനീഷിന്റെ അടുത്ത് എന്നിട്ട് അതിനുശേഷം അനീഷ് ഇവിടെ പറയുന്നത് കേട്ടോ, കോൾ വന്നത് എന്നെ വിളിക്കുന്നത് ഷോ തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പാണ് എനിക്ക് കോൾ വന്നത്. അവിടെ അത് ലാലേട്ട പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. 12 ദിവസത്തിന് മുമ്പേ കോൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോ തെളിവ് കാണിക്കണം എന്ന് ലാലേട്ട ചോദിക്കട്ടെ. അപ്പൊ അവിടെ അനീഷിന്റെ പൊളിഞ്ഞു. ഗെയിം അല്ല, കാളത്തിനും പൊളിഞ്ഞു.
എന്നിട്ട് അക്ബറിനോടൊക്കെ ചോദിക്കുന്നത് അക്ബർ PR കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെ പറഞ്ഞു ചെറിയ രീതിയിൽ ഞാനും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആര്യനോട് ചോദിക്കുന്നത് ആര്യൻ എങ്ങനെയുണ്ട് PR ഒക്കെ, അപ്പം നന്നായിട്ട് പോകുന്നില്ല അല്ലേട്ടൻ. അപ്പൊ തന്നെ ആര്യൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ആര്യനും നെവിനും ഇന്ന് നല്ല കയ്യടി ഉണ്ടായിരുന്നു കേട്ടോ. ആര്യനും നെവിനും എണീക്കുമ്പോ സാധാരണ ഇങ്ങനെ കയ്യടി കണ്ടിട്ടില്ല, ഒരു എപ്പിസോഡിൽ ഇങ്ങനെ കയ്യടി കണ്ടിട്ടില്ല. ആര്യനും നെവിനും ഒക്കെ നല്ല കയ്യടി നേടിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കയ്യടി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിനുശേഷം കൊളാബറേഷനെ പറ്റി പറഞ്ഞത്, പിന്നെ സാബുമാനോടൊക്കെ ചോദിക്കുന്നുണ്ട് PR കാര്യങ്ങളൊക്കെ. ആൻഡ് അതിനുശേഷം കൊളാബറേഷനെ പറ്റിയിട്ട്, അതായത് കൊളാബറേഷന്റെ പേരിൽ ഒരു ആതിരയും നൂറയും അനീഷും തമ്മിലൊരു ഉണ്ടായിരുന്നല്ലോ, അതായത് നിങ്ങൾ കൊളാബറേഷൻ എന്താ കുഴപ്പമൊന്നും ലാൻഡൻ ചോദിക്കുന്നുണ്ട്. കാരണം കൊളാബറേഷൻ എന്ന് പറയുന്നത്, അത് ഞാൻ അന്നത്തെ ആ വീഡിയോ പറഞ്ഞ പോലെ, കൊളാബറേഷൻ എന്ന് പറഞ്ഞത് അവരുടെ ബോട്ടിക്കിന്റെ ഒരു കോസ്റ്റ്യൂം നമുക്ക് കൊളാബറേഷൻ നമുക്ക് ഇടാൻ വേണ്ടി അവർ അയച്ചു തരുന്നതാണ്. വിത്തൗട്ട് പേയ്മെന്റ് അവരുടെ ഫാഷൻ കാണിക്കാൻ അവർ അയച്ചു തരുന്നതാണ്, അവർ ആ കോസ്റ്റ്യൂം കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് അതുപോലെ ഇട്ടിച്ച് തിരിച്ചു കൊടുക്കും. നമ്മളിപ്പോ ഒരു മോഡലിംഗ് ചെയ്യാൻ നമുക്ക് ആ കോസ്റ്റ്യൂം കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. സെയിം തിങ് തന്നെയാണ്. അപ്പൊ അതിനെയാണ് അനീഷ് കളിയാക്കിയത്. അപ്പൊ ആ കൊളാബറേഷൻ എന്താ കുഴപ്പം? നിങ്ങളൊരു കടയിൽ നിന്ന് ഇത് എവിടെ നിന്നാണ് ഈ ഷർട്ട് വാങ്ങിയത്? അപ്പൊ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ലാലേട്ടൻ അനീഷ് പറയുമ്പോൾ അതൊരു കൊളാബറേഷൻ അല്ലേ? അതൊരു കൊളാബറേഷൻ ആണ്. അതെന്തായാലും അനീഷിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല. എന്റെ ഉമ്മ അതിനെ PR എന്നാണ് ആ ഉമ്മ പറയുന്നത്. അപ്പം അതിനെ ഇപ്പം ഇവിടെ എല്ലാവർക്കും പെരിയാർ ഉണ്ട് ലാലേട്ടൻ ഉമ്മ പറയുന്നുണ്ട്. ആൻഡ് ഷാനവാസ് ആര്യൻ ഇപ്പൊ നന്നായിട്ട് കഴിഞ്ഞ ആഴ്ച കളിച്ചു. ഷാനവാസ് ഇപ്പൊ ഒട്ടും കളിക്കും. ആദ്യം നന്നായിട്ട് കളിച്ചു, ഇപ്പൊ ഒട്ടും ഷാനവാസ് കളിക്കും. ഇതൊക്കെ ഷാനവാസിന് മനസ്സിലായോ എന്തോ? ഇതിലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നാണ് ഹിന്റ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഇവന്മാർക്ക് മനസ്സിലായോ എന്തോ? നല്ല ഹിന്റാണ് കിട്ടിയത്, പ്രത്യേകിച്ച് ഷാനവാസിന്. ഇനിയിപ്പൊ ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആര്യൻ ഇനി ബാക്കിലൂടെ പഴയ സ്വഭാവം എടുക്കുമെന്നും അറിയില്ല. ആൻഡ് ടാസ്ക് കുളമാക്കി, ആ കഴിഞ്ഞ നല്ല ടാസ്ക് ഷാനവാസ് കുളമാക്കി എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ലക്ഷ്മി ഷാനവാസോട് ഒരു ഫൈറ്റ്, അതായത് ലാലേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയോട് ശരിക്കും ഷാനവാസ്. അപ്പൊ ലക്ഷ്മി ഷാനവാസോട് ഒരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്, ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റി ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ബിന്നി ഇതിനു ശേഷം പെരിയാറേ എന്ന് പറഞ്ഞ അനീഷിനെ കളിയാക്കി പാടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിന്നിയാണ് എവിക്റ്റായി എന്നൊക്കെ ഞാൻ അറിയത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തു വിടാൻ പാടുന്ന ലാലേട്ടൻ ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പൊ പ്രചരിക്കുന്നുണ്ട്, ബിന്നി എവിക്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിന്നിയുടെ ലാസ്റ്റ് എൻജോയ്മെന്റ് മൊമെന്റ് ആയിരിക്കും. ആൻഡ് ബിന്നിയെ പാട്ട് പാടിയതൊക്കെ ലാലേട്ടൻ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ തിരിച്ചു വന്നതിന് ശേഷം ബിന്നി ആ പാട്ട് പാടിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ. ഇതിനുശേഷം ഡാൻസ് മാരത്തന്റെ കാര്യം ചോദിക്കുകയാണ്. ഡാൻസ് മാരത്തന്റെ കാര്യം എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു? അപ്പം നന്നായിട്ട് പെർഫോം ചെയ്തു, ആര് നന്നായിട്ട് പെർഫോം ചെയ്തു, അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടില്ല. അപ്പൊ ഒരു പെൺവേഷം കെട്ടിച്ച് എങ്ങനെ പെർഫോം ചെയ്യുന്ന അത് നിസ്സാര കാര്യം, ആര് നന്നായിട്ട് ചെയ്തു. അനുമോൾ എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അനുമോളെ നന്ദിനിയുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു. അനുമോൾക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കുകയാണ് ലാലേട്ടൻ. ഇതിനുശേഷം എന്താ കോയിൻ കിട്ടാതെ ഞാൻ സങ്കടമായിരുന്നു. അപ്പൊ ആ കാര്യം അപ്പൊ നെവിൻ പറഞ്ഞത് സങ്കടമായെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ ആ കാര്യം നെവിനോടും ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം സാബുമാന്റെ ഇതൊക്കെ നന്നായിരുന്നു, ഷാനവാസിനെ അനീഷിനെയൊക്കെ ചോദിക്കുന്നത്. സാബുമാന്റെ ഭൂതം നന്നായിരുന്നു, ആ വോയിസ് ഒക്കെ നന്നായിരുന്നു ലാലേട്ടൻ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവിടെ ആർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് ആദിലയും നൂറയും ഷാനവാസ്, അത് ശരിക്കും നമ്മുടെ സാബുമാനെ ലക്ഷ്മിയിലെ പറഞ്ഞത് നേരെ അക്ബറിലോട്ട് പോയി. ശരിക്കും സാബുമാനെ ലക്ഷ്മിയും സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ അനുവദിക്കരുതെന്നല്ലേ ഇവര് പറഞ്ഞത്, അത് നേരെ ഇങ്ങനെ അക്ബറിലോട്ട് തിരിഞ്ഞത്. ആൻഡ് അക്ബർ ഇവിടെ എന്താണ് ഷാനവാസിനെ ദ്രോഹിക്കുകയാണെന്നാണ് ഷാനവാസ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഈ ഷാനവാസ് പോയിട്ട് അക്ബറിന്റെ വള്ളി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് അക്ബറിനെ ശരിക്കും ലാലേട്ടൻ പറയുകയും ചെയ്തു. കാരണം ഞങ്ങളത് കാണുന്നില്ല, ഷാനവാസ് അക്ബറിനെ അങ്ങോട്ടാണ് ചൊറിയാൻ പോകുന്നത്. അക്ബർ ഇങ്ങോട്ട് വരില്ല. അക്ബർ ആണെങ്കിൽ ഒതുങ്ങി ഒരു ബീൻ ബാഗ്, ഇപ്പോഴൊരു ഒരു ബീൻ ബാഗ് ഇരിപ്പാണ്. അക്ബർ വലിയ ആക്റ്റീവ് ഒന്നും അല്ല. അക്ബർ നല്ലൊരു ഗെയിം മൈൻഡാണ്, പക്ഷെ അക്ബർ ഒട്ടും ആക്റ്റീവ് അല്ല. അക്ബർ ആ ഒരു സീക്രട്ട് ടാസ്ക് മാത്രമാണ് അക്ബർ ഇത്തിരി എണീച്ചത്. ആ വീക്ക്ലി ടാസ്ക് അക്ബർ നേരാവണ്ണല്ല ചെയ്തത്. നമുക്ക് കണ്ടാ അറിയാം അക്ബർ നന്നായിട്ടല്ല പെർഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പം മര്യാദയ്ക്കാണ് ഇരിക്കുന്ന അക്ബർ ദ്രോഹിക്കുകയാണെന്ന് ഷാനവാസ് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അവിടെയും പൊളിഞ്ഞു, ഷാനവാസിന് അവിടെ പൊളിഞ്ഞു. ആൻഡ് ഇതിനുശേഷം മറ്റേ നെവിനാണെങ്കിൽ കഴുകിയ പാത്രം തന്നെ പിന്നെയും കഴുകിച്ചില്ല, അനുമോളെ ചവിട്ടിക്കാൻ വേണ്ടിച്ച്, അപ്പം സൈക്കിൾ ചവിട്ടിക്കാൻ വേണ്ടിച്ച്. അപ്പം അതൊക്കെ ലാലേട്ടൻ നിന്ന് എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിനുശേഷം കോമണർ കാർഡ് വീണ്ടും അവിടെ ഇറക്കുകയാണ്. ലാലേട്ടൻ പോവാണ്, ബ്രേക്ക് എടുത്ത് പോവാണ്. അപ്പൊ ഇതിനുശേഷം ലക്ഷ്മിയുടെ അടുത്ത് പിന്നെയും കോമണർ കാർഡ് ഇറക്കുന്നുണ്ട്. ലക്ഷ്മി അതിനെ ഡിഫെൻഡ് ചെയ്ത് പറയുന്നുണ്ട്. ലാസ്റ്റ് ഇനി അങ്ങോട്ട് സീക്രട്ട് ടാസ്ക്. ഇവിടെയാണ് ഷാനവാസിന്റെ ഫ്രൈ തുടങ്ങുന്നത്. സീക്രട്ട് ടാസ്കില്
സീക്രട്ട് ടാസ്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ കാര്യം. എന്നിട്ട് ഷാനവാസിനെ പൊക്കിയിട്ട് ഷാനവാസിന് പറയുന്നത് ഷാനവാസ് അത് ടാസ്ക് കോളമാക്കി എന്ന് തന്നെ ലാലേട്ടൻ പറയുന്നത്. ടാസ്ക് കോളമാക്കി അപ്പൊ ഷാനവാസ് പറയുന്നത് എനിക്ക് ആ ടാസ്ക് എന്താണെന്ന് അറിയില്ലല്ലോ ലാലേട്ട, സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ ബിഗ് ബോസ് കാണിച്ചില്ല, ബിഗ് ബോസ് ഇങ്ങനെ സീക്രട്ട് ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഷാനവാസ് വീമ്പിളക്കുന്നുണ്ട്. എന്നിട്ട് ഗെയിമിനെ എങ്ങനെ കൊളമാക്കാം എന്ന് PhD എടുത്തയാളാണ് ഷാനവാസ് എന്ന് ലാലേട്ടൻ പറയാം. ഗെയിമിനെ എങ്ങനെ കുളമാക്കാം എന്ന് PhD എടുത്തയാളാണ് ഷാനവാസ് എന്ന് ലാലേട്ടൻ പറയാണ്. അത് മാത്രമല്ല വേറൊരു പ്രസ്ഥാനം അത് ഫൈറ്റ് അങ്ങോട്ട് വരുമ്പോ പറയാം. എന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ലക്ഷ്മി ഒരു മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ അവിടെ പറയുന്നവരെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ലക്ഷ്മിക്ക് ഒരു സ്റ്റാൻഡ് ഇല്ല, ലക്ഷ്മിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡോ നിലപാടോ ഇല്ല. സീരിയസ്ലി അത് ഇന്ന് കറക്റ്റ് എക്സ്പോസ്ഡ് ആയി. ഇത്രയും നാള് ഷാനവാസിന്റെ ചീത്ത പറഞ്ഞിരുന്ന ആളെ ഇപ്പം ഈ ഒരു സീക്രട്ട് ടാസ്കിന്റെ പേര് സീക്രട്ട് ടാസ്കിനെ വിശ്വസിച്ചാണ് ഈ ആര്യനും അക്ബറൊക്കെ ഇവരെ ചേർത്തത്. എന്നിട്ട് ലക്ഷ്മി ഇപ്പൊ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് അക്ബറിനെ കേസിട്ടുണ്ട്. അപ്പം ഈ സീക്രട്ട് ടാസ്ക് കൊളമാക്കാൻ അക്ബർ മനഃപൂർവ്വം ഷാനവാസിനെ അപ്രോച്ച് ചെയ്തു എന്ന് ലക്ഷ്മി പറയുന്നു. ആരെങ്കിലും വിശ്വസിക്കും? എനിക്ക് തോന്നുന്നില്ല. ഇത് അക്ബർ ശരിക്കും ഷാനവാസിനെ വിളിച്ചു കയറി ഇയാളൊരു ഗെയിമറാണെന്ന് ഞാൻ വിചാരിച്ചത്, ഇയാളൊരു മനമണ്ടനാണെന്ന് ഞാൻ ഇത്രയും കരുതിയില്ല എന്നാണ് അക്ബർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെയാണ്. ഇതിനിടയ്ക്ക് ആ സീക്രട്ട് ടാസ്കിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല എഡിറ്റിംഗ് ആയിരുന്നു, ആ വീഡിയോ നല്ല എഡിറ്റിംഗ് ആയിരുന്നു. അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഈ ശബ്ദമൊക്കെ കേട്ടപ്പോ അനുമോൾ ഇപ്പോഴും CID പണി ഉണ്ടല്ലേ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് നെവിൻ കയറി സംസാരിക്കുന്നുണ്ട്, നെവിൻ കേസ് ചെയ്തൊക്കെ, അതായത് പ്രാവീതൊക്കെ. എന്നിട്ട് ഇവന്റെ എന്റെ വിശ്വാസ വഞ്ചകനാണ് ആര്യൻ എന്ന് പറയുന്ന നെവിന് അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അക്ബറും ഇതിനുശേഷം അക്ബർ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നു എന്ന് ഷാനവാസ് പറയുന്നത് അക്ബർ എപ്പോഴും ഇയാളെ ബുള്ളി ചെയ്യുന്നു. ആൻഡ് ഇതിനുശേഷം ലക്ഷ്മി മറ്റേ കാര്യം പറയുന്നത്, അതായത് ഷാനവാസിനേക്കാൾ അക്ബർ മനഃപൂർവ്വം കൊള്ളാം. അപ്പൊ അക്ബർ അത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അനുമോളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ വിളിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ വിളിച്ചെണീപ്പിക്കും. അപ്പൊ അനുമോളോട് കാര്യം ചോദിക്കുമ്പോൾ ഷാനവാസും അക്ബറും കൂടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുകയാണ്. ആൻഡ് നിന്നും മിണ്ടാതിരിക്കുക, ലാലേട്ടൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ലാലേട്ടന് പെട്ടെന്ന് ട്രിഗറായി ദേഷ്യം വന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു എന്നാൽ നിങ്ങളായിക്കോളൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോവാണ്. ഒരു ബ്രേക്ക് എടുത്ത് ലാലേട്ടൻ പോവാണ്. അപ്പൊ ഇതിനിടയ്ക്ക് അക്ബറും ഷാനവാസും തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ലക്ഷ്മിക്ക് പോയിട്ട് ഷെയ്ക്ക് കൊടുക്കുന്നുണ്ട് ഷാനവാസ്. ഇതിനുശേഷം ലാലേട്ടൻ തിരിച്ചു വരികയാണ്. ലാലേട്ടൻ തിരിച്ചു വന്നിട്ട് എന്തോന്നാണ് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നമ്മളൊരു പതിവ് ടോണല്ലോ, തിരിച്ച് പണിഞ്ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ ടോണല്ലോ. അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് ദേഷ്യപ്പെട്ട് തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഞാനിവിടെ വന്നിട്ടുള്ളത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനാണ്, അല്ല നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കുന്ന എനിക്ക് കാണാനില്ലെന്ന് പറഞ്ഞ് ലാലേട്ടൻ നല്ലതുപോലെ ചൂടാവുന്നുണ്ട്, നല്ലപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം എടുത്തിടുകയാണ്. ഷാനവാസിനെ ചോദിച്ചുകൊണ്ട് ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം എടുത്തിടുകയാണ്. ഇതില് ലാലേട്ടൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷം ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യത്തിലേക്ക് ലാലേട്ടൻ വന്നിട്ട് ഷാനവാസ് ഉപയോഗിക്കുന്ന ഭാഷയൊന്നും ശരിയില്ലെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിനിടയ്ക്ക് ഷാനവാസ് ഓരോ കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് കയറി ഷാനവാസ് സംസാരിക്കുന്നതൊക്കെ എന്തോന്നാണ് ലാലേട്ടൻ നല്ലതുപോലെ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ ഇയാൾ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഇയാൾക്ക് ഭയമാണ്, താങ്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഭയമല്ലേ ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ തിരിച്ച് നല്ലപോലെ കൊടുക്കുന്നുണ്ട് ഷാനവാസിന്. ഷാനവാസ് അവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഷാനവാസ്. അപ്പം ഇതിന് ശേഷം അനീഷിനോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാലേട്ട ഇയാൾ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും ശരിയില്ല, അപ്പം ഉപയോഗിക്കുന്ന ഭാഷ ശരിയല്ല എന്ന് ഷാനവാസിനെ വീണ്ടും ഓർപ്പിക്കാണ്. അപ്പൊ ഷാനവാസ് പറയുന്നത് ലാലേട്ടൻ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ മോശമായിട്ട് ആരെയും അമ്മയ്ക്ക് വിളിക്കാൻ പോയിട്ടില്ല, അമ്മയ്ക്ക് വിളിക്കാറില്ല, ഇയാൾ ഇതുവരെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല, അച്ഛന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ലാലേട്ടൻ തിരിച്ചു പറയണം. ഷാനവാസ് സാധാരണ അമ്മയ്ക്ക് വിളിക്കാറില്ലല്ലോ, അച്ഛന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ ഷാനവാസിനെ തിരിച്ചു പറയണം ലാലേട്ടൻ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഷാനവാസ് ഇതിന്റെയൊക്കെ ആ ഒരു ഫിസിക്കൽ അഗ്രഷനിലേക്ക് പോകും, അതൊക്കെ വളരെ മോശമാണെന്ന് ലാലേട്ടൻ പറയുന്നു. ആൻഡ് അക്ബറിനോടൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ആദിലിനെ അടിച്ചതിന്റെ വീഡിയോ ഒക്കെ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദിലയും
നിർത്തി ഇത്തിരി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ല എന്നൊക്കെ ആദ്യം നിർത്തി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ചേട്ടൻ അനിയൻ കോംബോ, ഈ പെങ്ങളൂട്ടി കോംബോ ഉണ്ടല്ലോ, പെങ്ങളൂട്ടി, അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ലാലേട്ടൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രതിഫലിച്ചിട്ടുണ്ട്, അത് പറയാം. ആൻഡ് ഇതിന് ശേഷം ഷാനവാസിന് ഒരു 7ന്റെ പണി വരുന്നുണ്ട്. ഇവിടെയാണ് ലാലേട്ടൻ പറയുന്നത് ഷാനവാസിന് ഒരു 7ന്റെ പണി വരുന്നുണ്ടെന്ന്. പക്ഷെ ആ 7ന്റെ പണി എന്താണെന്ന് ലാലേട്ടൻ പറയുന്നില്ല. ഇനി വിട്ടേക്കാണോ എന്തോ. ഷാനവാസ് ഇതിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. തനിക്ക് പണിഷ്മെന്റ് കൊണ്ടത് ആദ്യം പറഞ്ഞ പണിഷ്മെന്റ് കൊണ്ട് ഇപ്പൊ 7ന്റെ പണിയാണ്. പക്ഷെ എന്താണ് പണിയെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. ഇതിന് ശേഷം വീഡിയോ ഒക്കെ കാണിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മൈജി ഫാൻ കോൺടെസ്റ്റ് വഴി അത് ഞാനും കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നെ വിളിച്ചില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു അവസരം, വിന്നറായ ഒരാളുണ്ടായിരുന്നു. അപ്പം അയാളെ ലാലേട്ടൻ വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് അപ്പൊ ഇവർക്ക് ഫാമിലി വീക്കിൽ കൊടുക്കേണ്ട ഫുഡ് കൊടുക്കാത്തതിന്റെ കാര്യമെന്ന്. അത് ഓൾറെഡി പറഞ്ഞത് പിന്നെയും ലാലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അത് പക്ഷെ ഒരു അനാവശ്യ ചോദ്യം വെക്കും. കാരണം ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് തരാൻ പറ്റില്ല, കാരണം അതിന് കുറച്ച് റൂൾസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ലാലേട്ടൻ പറഞ്ഞു. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിക്കായിരുന്നു എന്ന് ഫീൽ ചെയ്തു എനിക്ക് പേഴ്സണലി. കിട്ടിയ അവസരമല്ല, ചോദിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ഇതിന് ശേഷം എവിക്ഷനിലോട്ട് പോവാണ്. എവിക്ഷനിലോട്ട് പോകുമ്പോൾ അവിടെ പിടിക്കുകയാണ് ലാലേട്ടൻ ഷനീഷ് കോംബോ, ഷാനവാസിന്റെ അനീഷിന്റെയും കോംബോ. സത്യം പറയാലോ, ഫോർ മീ പേഴ്സണലി ഇറ്റ്സ് വെരി ക്രിഞ്ച്. നല്ല ക്രിഞ്ചായിരുന്നു എന്ന് മാത്രമല്ല എന്തോന്നാണ് എപ്പോഴും കോംബോ ഇവര് പരസ്പരം. എനിക്ക് സത്യം പറയാലോ, ഇവരുടെ ഈ കോംബോ ഒക്കെ ഭയങ്കര ഫേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. അത് അനീഷും ഫേക്ക് ആണ്, ഷാനവാസും ഫേക്ക്, രണ്ടുപേരും നല്ല ഫേക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ചുമ്മാ അങ്ങോട്ടാടി ഇങ്ങോട്ടാടി, എന്നിട്ട് ഞായറാഴ്ച വരുമ്പോ ലാലേട്ടാ ഞങ്ങളെ കോംബോ. എന്ത് സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. എന്തൊരു ഒരു ക്രിഞ്ചായിട്ടുള്ള പരിപാടിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ലാലേട്ടൻ. സീരിയസ്ലി അത് വളരെ ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് അനീഷ് പറയാണ് ഞാൻ ഉറപ്പായിട്ടും ഷാനവാസ് ഇവിടെ നിൽക്കണം എന്നാണ് ഞാൻ. അത് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ. ഷാനവാസിന് തമിഴ് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഇവിടെ നിൽക്കേണ്ടത്. തമിഴ് സിനിമ അവസരം കിട്ടിയ വീട്ടിനകത്തുനിന്ന് അവസരം കിട്ടുക, വെളിയിൽ പോയാലല്ലേ അവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഷാനവാസ് അതുപോലെ കുറെ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിനിടയ്ക്കും കുറെ പറയുന്നുണ്ട്. ഇതിന് ശേഷം അനീഷും എന്നിട്ട് ഷാനവാസ് ആരെ സേവ് ചെയ്യും? അനുമോളെ സേവ് ചെയ്യും. അപ്പൊ എന്താ അനീഷിന്റെ പേര് പറയാത്ത? അനീഷിന്റെ പേര് ഓർത്തില്ല. അങ്ങനെ അനീഷിനെ സേവ് ചെയ്യും. അങ്ങനെ അനുമോക്കത് വിഷമമായില്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഷാനവാസിനെയും അനീഷിനെയും ലാലേട്ടൻ സേവ് ചെയ്യാണ്. ബാക്കിയുള്ളവരെ വിധി നാളെ പറയാനെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ തിരിച്ച് പോവാണ്. സത്യം പറഞ്ഞ അനീഷിനെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്, ഷാനവാസിനെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഷാനവാസ് എന്തോന്നാണ് ഒരു കളിയും ചിരിയും പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോഴും ഷാനവാസിനെ ഇപ്പോഴും അത് എടുത്തിട്ടില്ല കേട്ടോ. ഷാനവാസ് ഇപ്പോഴും ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് ഷാനവാസ് എടുത്തിട്ടില്ല, പേഴ്സണലി എടുത്തിട്ടില്ല. കാരണം ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിന് ഈ ഗെയിം കണ്ടിട്ടില്ല, ഞാൻ ഈ ബിഗ് ബോസ് കണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാൾ എന്തർത്ഥത്തിലാണ് ബിഗ് ബോസിലോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സീരിയസ് എനിക്കത് മനസ്സിലായി. അയാൾ കള്ളം പറഞ്ഞാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷോർട്സും ബൈറ്റ്സും മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തിന്റെ ഒരു ബിഗ് ബോസ് കാണാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ബിഗ് ബോസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണാതെ ഇത് എന്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞ ഷാനവാസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഷാനവാസിന് ഈ ബിഗ് ബോസ് കാണാതെ എന്തർത്ഥത്തിലാണ് ഷാനവാസ് ഇതിലോട്ട് വന്നത്, ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത്? മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, അനീഷിന് ആ ഒരു കോമൺ കാർഡ് വലിച്ച് നിങ്ങളിവിടെ കോമണറൊക്കെ വെളിയിലായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇതിന്റെ കണ്ടസ്റ്റന്റ് ആണെന്നുള്ള ഒരു ടാഗ് ലൈൻ മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ കളിക്കുന്നത്? അതൊക്കെ ലാലേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഓക്കെ ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെയാണ്. എല്ലാം സാറ്റർഡേ എപ്പിസോഡാണ് ആൻഷ്യസ്ലി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി നാളെ സൺഡേ എപ്പിസോഡാണ്. സൺഡേ എപ്പിസോഡിൽ ഒരാൾ എവിക്റ്റ് ആവും എന്നാണ് തോന്നുന്നത്. ആരാണ് എവിക്റ്റ് ആവണേ നോക്കാം. ആൻഡ് നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും എന്ന് ലാലേട്ടൻ പറയും. അതിന് വെയിറ്റിംഗ് ആണ്. ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമെന്ന് അറിയില്ല, അതും നോക്കാം. അപ്പം എന്താണ് നാളത്തെ എപ്പിസോഡ് നടക്കുന്നത്, അതിന്റെ റിവ്യൂ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നാളെ റിവ്യൂ ആയിട്ട് വരാം. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.